ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ആയുർവേദ ചെടീനെ കുറിച്ചിട്ടാണ്. അത് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കോക്കിലാക്ഷം, സംസ്കൃതത്തിൽ കോക്കിലാക്ഷം എന്ന് പറയാം. ഇനി അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം ഹൈഗ്രോഫീലിയ ഒറിക്കുലാറ്റ, മലയാളത്തിൽ വയൽച്ചുള്ളി എന്ന് പറയും. ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവണം ഇതിനെ കുറിച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഹോൾ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യും, അതിൻ്റെ സീഡ് നമ്മൾ യൂസ് ചെയ്യും. ഇതിനെ മാഷ് സീഡ് പൗഡർ, ബർബൽ സീഡ് പൗഡർ എന്നാണ് ഇതിന് പറയാം. അപ്പോൾ വയൽച്ചുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ഗുണങ്ങളുള്ള ചെടിയാണ്. പക്ഷെ 4 വേർഡ്സിൽ ഞാനിതിനെ ഒതുക്കുകയാണ്. ഇൻഡിക്കേഷൻസ് എല്ലാം 4 വേർഡ്സിൽ. ഫസ്റ്റ്, മൂത്രളം. ഈ വയൽച്ചുള്ളി അതിൻ്റെ പൊടി കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ കഷായം കിട്ടും, ഇതിൻ്റെ പൊടിയും കിട്ടും. ഇതിൻ്റെ പൊടി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു ഡ്രിങ്കിങ് വാട്ടർ മാതിരി ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ മാതിരി കുടിക്കാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവാണ്, അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ പ്ലെയിനിലോ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് അങ്ങനെയും ഇത് കുടിക്കാം. നമ്മുടെ pH ലെവലൊക്കെ നന്നായിട്ട് കൂട്ടാനും അതേമാതിരി തന്നെ നമ്മുടെ എന്താ പറയുക, നല്ല രീതിയിൽ നമുക്ക് മൂത്രം പോകാനും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ. ഇപ്പോൾ ചില സമയത്ത് കിഡ്നിക്കൊക്കെ ഭയങ്കര പ്രഷറായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, നമ്മളത് അറിയുന്നില്ല. കാരണം നമ്മൾ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കഴിക്കുന്നത് മൂത്രളമാണ്, അതായത് യൂറിൻ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് കിഡ്നിക്ക് ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ ഈ ഇങ്ങനത്തെ വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. രണ്ടാമത്തത് ജോയിന്റ് പെയിൻ, ഇൻഫ്ലമേഷൻ, ഇതിനൊക്കെ നല്ലതാണ്. ശോഥഹരം, അതായത് നീര് കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. വാതരക്തം പോലുള്ള കണ്ടീഷൻസിന് വളരെ നല്ലതാണ്. ജോയിന്റ് പെയിൻ, കുഞ്ഞു ജോയിൻസിലൊക്കെ വേദന വരിക, ഇവിടെ വേദന വരിക, ഇവിടെ വേദന വരിക, അല്ലെങ്കിൽ നീര് കുറയ്ക്കുക, വെയിറ്റ് കുറയ്ക്കാനൊക്കെ വളരെ നല്ല മെഡിസിനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള പെയിനും നീരൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെയിറ്റ് തനിയെ കുറയും. അതിൻ്റെ കൂടെ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. മൂന്നാമത്തെ കാര്യം, ഇത് അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്പേം കൗണ്ടിനെ കൂട്ടാനായിട്ട് വളരെ സഹായിക്കും. നല്ല സ്റ്റാമിന ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. അഫ്രോഡിയാസിക്, ശരിക്കും പറഞ്ഞാൽ അശ്വഗന്ധ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വയൽച്ചുള്ളി എന്നുള്ളത് വാതപിത്ത സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖത്തിനും നമുക്കത് കൊടുക്കാൻ പറ്റും. പക്ഷേ കൊടുക്കാൻ പാടില്ലാത്ത കണ്ടീഷൻസ് ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ ഒരു പോയിന്റും കൂടി നമ്മളിവിടെ വിട്ടുപോയി. എന്താണത്? ലിവർ മെറ്റബോളിസം. അതായത് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിനും ഇത് നല്ലതാണ്. നമ്മുടെ മെറ്റബോളിസം ശരിയാക്കാനും ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിനും ഇത് വളരെ നല്ലതാണ്. ഓക്കെ. അപ്പോൾ ബാക്ക് ടു നമ്മുടെ പോയിന്റിലേക്ക് വരാം. അതായത് കൊടുക്കാൻ പാടില്ലാത്ത കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ BP കുറഞ്ഞവർക്ക് നമുക്കത് കൊടുക്കാൻ പറ്റില്ല. അതേമാതിരി തന്നെ പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ്, ഈ കണ്ടീഷൻസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ കിഡ്നി വളരെ സിവിയർ കണ്ടീഷനാണ്, ചിലപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റും അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോഴും നമുക്കത് കൊടുക്കാൻ പറ്റില്ല. സോ ഏത് മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. അവരുടെ BP, കൊളസ്ട്രോള്, അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ, തൈറോയിഡ് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരാൾക്ക് മെഡിസിൻ കൊടുക്കാനായിട്ട്. പലരും നമ്മൾ അവരുടെ കണ്ടീഷൻ എന്താണ് നമ്മൾ അതിന് മാത്രമാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടോ, BP ഉണ്ടോ. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തു എന്നുണ്ടെങ്കിൽ ഓക്കെ. അതായത് നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി, മേ ബി മോർ ദാൻ 8 months 9 months ഒക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ടേക്ക് എ ബ്ലഡ് ടെസ്റ്റ്, മൊത്തത്തിലൊരു CBC, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, മൊത്തത്തിലൊരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ ഡോക്ടർക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കൊളസ്ട്രോൾ ഇപ്പോഴത്തെ കണ്ടീഷനാണ് നമ്മൾ അറിയേണ്ടത്. ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ 20-25 years ആയിട്ട് അവർ മരുന്ന് കഴിക്കണതായിരിക്കാം. അപ്പോൾ നമുക്കറിയില്ല അവർക്ക് ഇപ്പോൾ ഷുഗർ ഉണ്ടോ, ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടോ, നമുക്കറിയില്ല. മുമ്പുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴത്തെ കാര്യമാണ് അറിയേണ്ടത്. പിന്നെ ഏത് മരുന്ന് കൊടുക്കുമ്പോഴും അത് ഡോക്ടർമാരോടാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ പോലും വല്ലാണ്ട് മധുരമുള്ള മരുന്നുകൾ, ലേഹ്യങ്ങളൊക്കെ കഴിച്ച് അവർക്ക് ഷുഗർ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഷുഗർ ഉണ്ട്, നിങ്ങൾ ലേഹ്യം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ആലോചിക്കണം, എനിക്ക് ലേഹ്യം കഴിക്കുമ്പോൾ ഷുഗർ കൂടുമോ എന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വെയിറ്റ് ഒരു മിനിറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, സൺഡേസ് ആൻഡ് വെനസ്ഡേസ് ഫ്രീ കൺസൾട്ടിംഗ് ആണ്. 9 to 11 ഫ്രീ കൺസൾട്ടിംഗ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇഷ്ടപ്പെട്ട ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി പൊക്കോ. ബൈ.